പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, കരുണയുള്ള ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ, നീ ഞങ്ങളെ കടാക്ഷിക്കണമേ. പുത്രനായ ഈശോയെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ ശക്തിയുടെ യോഗ്യതയാലും തിരുരക്തത്തിന്റെ യോഗ്യതയാലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം എല്ലാ നിമിഷവും ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, സ്വർലോകരാജ്ഞി, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മാധ്യസ്ഥ്യവും മാതൃവാത്സല്യവും ഞങ്ങളുടെ ശുശ്രൂഷയിലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മുഴുവൻ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ആഗോള കത്തോലിക്ക സഭ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. എന്താണ് ഈ നോമ്പിന്റെ അർത്ഥം എന്ന് പറയുന്നത്? തന്നെ ആഘോഷങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി ഒരു തിരിഞ്ഞു നോക്കൽ അല്ലെങ്കിൽ അനുരഞ്ജനം എന്നൊക്കെയാണ് ഇത് വിവക്ഷിക്കപ്പെടുന്നത്. അനുതാപത്തിനും അനുരഞ്ജനത്തിനുമായി മാറ്റിവെക്കപ്പെട്ട ഒരു കാലമാണ്. എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്? പിന്നീട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങൾക്കും നമ്മൾ മാപ്പ് ചോദിച്ച് പരിഹാരം ചെയ്ത് നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ നയിക്കപ്പെടുക എന്നതാണ് ഈ നോമ്പുകാലത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനസ്സിനെയും തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന കണ്ണുകളെയും ദൈവ പക്കലേക്ക് ഉയർത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലം. ഇവിടെ ആന്തരികവും ബാഹ്യവുമായ വിനയമാണ് ഇതിൽ നിന്നൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത്. എസ്രായുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 8-ാം അധ്യായം 21-ാം തിരുവചനം: തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും വസ്തുവകകളോടും മക്കളോടും കൂടെയുള്ള യാത്ര സുഗമമാകുന്നതിനു വേണ്ടി അഹാവ നദീ തീരത്ത് ഞങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്ര ഏറ്റവും സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നോമ്പ് നോക്കുന്നതും ഉപവാസവും ഭക്ഷണവർജനവും ഭക്ഷണ നിയന്ത്രണവും ഒക്കെ സഭ നിഷ്കർഷിക്കുന്നത്. ഈ ഒരു കാലയളവിൽ നമുക്ക് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും തഴച്ചു വളരാനുള്ള അവസരം സഭ ഒരുക്കുകയാണ്. ജോബിന്റെ പുസ്തകം 29-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നത്: ഞാൻ കുരുടർക്ക് കണ്ണുകളും മുടന്തർക്ക് കാലുകളുമായിരുന്നു, ഞാൻ ദരിദ്രർക്ക് പിതാവായിരുന്നു. എത്രയോ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്, ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിലൂടെ ഈ ലോകം സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗോഡ് സെന്റേർഡ് ലൈഫ്, അതാണ് ജോബ് ആഗ്രഹിച്ചത്. ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചുള്ള ഒരു ജീവിതം. ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചാൽ എന്താണ് പ്രത്യേകത? ഒരു വ്യക്തി ദൈവത്തിൽ തന്റെ കണ്ണുകൾ ഉറപ്പിക്കുന്നതനുസരിച്ച് അവൻ എടുക്കേണ്ട തീരുമാനങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. ഇതാണ് സങ്കീർത്തനം 32:8 ദൈവം ലോകത്തിന് നൽകുന്ന സന്ദേശം. മറ്റൊന്നാണ് ഈ നോമ്പുകാലത്ത് പരസ്നേഹത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുക. ആണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, പ്രവർത്തികളിൽ നിരതമായ വിശ്വാസം, പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിഷ്ഫലമാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നത്,
നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് സ്വീകരിക്കാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുതെന്ന്. അപ്പോ നന്മ ചെയ്തു വളരാനും പുണ്യങ്ങളിൽ നിലനിൽക്കാനും പ്രാർത്ഥനയിൽ ആഴപ്പെടാനും വിശ്വാസത്തിൽ സ്ഥിരപ്പെടാനുമെല്ലാം ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്തുന്ന സഭയും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇനി എങ്ങനെയാണ് പരസ്നേഹത്തിൽ വളരുക? ബന്ധങ്ങൾ നെയ്തെടുത്താണ് പരസ്നേഹത്തിൽ നമുക്ക് വളരാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് അനുരഞ്ജനം സാധ്യമാക്കിയെടുക്കാൻ പറ്റും. ബന്ധങ്ങൾ നെയ്തെടുക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകളും ചില മേഖലകളിലൊക്കെ കുറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നേക്കാം. രണ്ടാമത്, പരസ്നേഹത്തിൽ വളരണമെങ്കിൽ ഒരു പാലം നമ്മൾ പണിതേ പറ്റൂ. എന്തിനാണ് പാലം പണിയുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര സുഗമമാക്കാനാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൊണ്ടും കൊടുത്തുമുള്ള ഒരു ജീവിതം. ഇതാണ് പ്രഭാഷകൻ പറയുന്നത്, നിങ്ങൾ കൊണ്ടും കൊടുത്തും ജീവിതത്തിൽ വളരുക. കെയർ, ഷെയർ ആൻഡ് ബെയർ ലൈഫ്. മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന, ശ്രദ്ധിക്കുന്ന, ജീവിത പങ്കാളിയെ, മക്കളെ, അതുപോലെ തന്നോട് ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മനോഭാവം, അവർക്കൊക്കെ പങ്കുവെച്ച് വളരുന്ന ഒരു ഷെയറിംഗ് മൈൻഡ്. ഇനി ബെയർ, ഭാരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ജീവിതം. ഗലാത്യരുടെ ലേഖനം 6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭാരങ്ങൾ പരസ്പരം വഹിച്ചുകൊണ്ട് ആ ദൈവ സ്നേഹത്തിന്റെ പ്രവർത്തികൾ പൂർണ്ണമാക്കുവിൻ എന്നാണ്. മൂന്നാമത്, വിഭാഗീയതയുടെ ഭിത്തി തകർക്കുക എന്നാണ്. എഫേസ്യർ 2-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ ദൈവം സംസാരിക്കുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കുകയും ചെയ്യും. എവിടെയൊക്കെയാണോ മതിൽ കെട്ടിയിരിക്കുന്നത്, എവിടെയാണോ ബന്ധങ്ങളിൽ ഉലച്ചിലുള്ളത്, തകർച്ചകൾ നേരിട്ടിട്ടിരിക്കുന്നത്, അവിടെയെല്ലാം ബന്ധങ്ങളിലേക്ക് വളരാൻ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം. അണ്ണാനെ മെരുക്കുന്നത് കണ്ടിട്ടില്ലേ? അണ്ണാന്റെ ഒരു പ്രത്യേകത, അണ്ണാനെ നേരിട്ട് കാട്ടിൽ നിന്ന് പിടിച്ചാൽ അണ്ണാൻ നമ്മുടെ കൈയെല്ലാം കടിച്ചു മുറിക്കും. അപ്പൊ ഇതിനെ കൂട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്നത്, നല്ലൊരു സ്റ്റീൽ കലം എടുത്തിട്ട്, സ്റ്റീൽ കലം എടുക്കുന്നത് അണ്ണാന്റെ കാലുകളും കൈകളും അതിലൊക്കെ ഉറയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ്. സ്റ്റീൽ കല എടുത്ത് പകുതിയോളം വെള്ളം നിറച്ച് ആ വെള്ളത്തിലേക്ക് ഈ അണ്ണാനെ അങ്ങ് തള്ളിയിടും. അണ്ണാൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി ചാകാറാവുമ്പോൾ ഈ അണ്ണാനെ പിടിച്ച വ്യക്തി തന്റെ കൈ അങ്ങ് നീട്ടിക്കൊടുക്കും. അപ്പോൾ ഈ അണ്ണാൻ ഈ കൈകളിലേക്ക് കയറുകയും ആ രക്ഷിച്ചതിന്റെ ഓർമ്മ അണ്ണാന്റെ ഉള്ളിലുള്ളത് കൊണ്ട് രക്ഷിച്ചവനെ തിരിഞ്ഞ് കടിക്കുകയോ രക്ഷിച്ചവന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ഇല്ല. രക്ഷിച്ചവനെ തിരിച്ച് കടിക്കുകയോ രക്ഷിച്ചവന്റെ കൈ കുടഞ്ഞാലും ഇറങ്ങിപ്പോകാത്ത ഒരനുഭവം. ഇതാണ് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴും നിർമ്മലമായി തീരുന്നത്. മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നി തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ കൂടുതൽ ജീവിതവും ശക്തമാകാൻ തുടങ്ങും. ദൈവത്തിന്റെ ഗ്രേസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞേൽക്കാൻ തുടങ്ങും. ഉള്ളിലുള്ള ദൈവത്തിന്റെ ആ ഗ്രേസ് പുറമേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരാൻ തുടങ്ങും.
മറ്റുള്ളവരെ സഹായിക്കാൻ ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലമാണ്. ഒരിക്കല് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ 2 മിഠായി ഇരിപ്പുണ്ട്, നിന്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു മിഠായി ഇല്ല, നീ എന്ത് ചെയ്യും? ഉടനെ ആ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ഒരു മിഠായി ആ കുട്ടിക്ക് ഞാൻ കൊടുക്കും. വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഒരു മിഠായി ഉള്ളൂ, അപ്പുറത്തെ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല, അപ്പോൾ നീ എന്ത് ചെയ്യും? ആ കുട്ടി പറഞ്ഞു, ഞാനത് കടിച്ചു പൊട്ടിച്ചു കൊടുക്കും. ഇതാണ് ശരിക്കും ഷെയറിംഗ് ജീവിതം എന്ന് പറയുന്നത്. തനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ജീവിതത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ലക്ഷ്യം കൂടുതൽ ഭൗതികമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിരാശ കയറി വരും. അത് തന്നിൽ തന്നെ ആശ്രയിക്കുക, എന്റേതായ ഉയർച്ച വളർച്ച ഇത് മാത്രം ലക്ഷ്യം വെക്കുന്ന വ്യക്തി കൂടുതൽ നിരാശയിൽ നിബന്ധിക്കുന്നത് കാണാം. എന്നാൽ നമ്മുടെ ലക്ഷ്യം ആത്മീയമാകുമ്പോഴോ അത് കൂടുതൽ പ്രത്യാശയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കും. കടിഞ്ഞാണില്ലാത്ത ജീവിതങ്ങളാണ് അല്ലെങ്കിൽ ആശകളാണ് നമ്മുടെ ഉത്കണ്ഠയ്ക്കും ആകുലതയ്ക്കും എല്ലാം കാരണമായി തീരുന്നത്. ആശകൾ പിടിച്ചു വലിക്കുന്ന വഴിയെ നമ്മൾ യാത്ര ചെയ്യും. ആശിച്ചത് കിട്ടാതെ വരുമ്പോൾ നിരാശ നമ്മളെ പിടികൂടുകയും ചെയ്യും. അതുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്തും മറ്റുള്ളവരെ മാനിച്ചും അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ടും അവരെ സ്നേഹപൂർവ്വം കണ്ടും ദൈവത്തിന്റെ മകനായി മകളായി ശ്രദ്ധിച്ചുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമ്മുടെ ജീവിതം കൂടുതൽ അടിയുറച്ചു വളരും. ഇനി നോമ്പ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കുക, നമ്മുടെ ഓർമ്മകളെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണം. ബൈബിൾ പറയുന്നത്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത്, എൻ്റെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ഉൽപ്പത്തി 8:21 പറയുന്നത്, അവന്റെ അന്തരംഗം പാപത്തിലേക്ക് ചരിഞ്ഞിരിക്കും. ഇതൊക്കെ ദൈവത്തെ വേദനിപ്പിച്ചു എന്ന് പിന്നീട് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ ഈ കാല് വെന്ത നായയെ പോലെ ഓടുന്ന ഒരു വ്യക്തിക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു അവസരമാണ് ഈ ഒരു 50 ദിവസം. ആരാണ് ഈ ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നവൻ? ഇങ്ങനെ ഓടുന്നവനാണ്. എന്തിനോടുന്നെന്ന് പോലും ശ്രദ്ധിക്കാതെ ഓടുന്ന വ്യക്തി. ആധുനിക മനുഷ്യന്റെ ഒന്നാമത്തെ പ്രത്യേകത, ചുമതല ചെയ്യാതെ തന്നെ അവകാശം ചോദിച്ചു മേടിക്കുന്നയാളാണ്. ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിലും മരിക്കാൻ ഭയമുള്ളവനാണ് ആധുനിക മനുഷ്യൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭാവിയെ കുറിച്ച് കണക്കിലേറെ ഉത്കണ്ഠയുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ള വ്യക്തി കാട് കയറി ചിന്തിക്കുകയും തൻ്റെ ജീവിതത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും ചെയ്യും. ഇനി ആരാണ് ആധുനിക മനുഷ്യൻ ചോദിച്ചാൽ, ഒരു പുതിയ സിദ്ധാന്തം കണ്ടാൽ, ഒരു പുതിയ ആശയം കണ്ടാൽ ഉടനെ തന്നെ ഞാങ്കണ പോലെ വളഞ്ഞ് അതിൽ ചെന്ന് പെടുന്നവൻ. അത് മരണക്കുരുക്കിലേക്കാണോ മരണക്കെണിയിലേക്കാണോ വീഴുന്നതെന്നൊന്നും ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്നില്ലേ, വീടൊക്കെ അടിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു പ്രാണി അവിടെ ചത്തു വീണ് കിടപ്പുണ്ടാകും. അതിന്റെ പിന്നാലെ ഒരു 5-10 ഉറുമ്പ് വരും. ആ ഉറുമ്പ് പിന്നെ കുറെ ഉറുമ്പുകളെ വിളിച്ചോണ്ട് വരും. ഇങ്ങനത്തെ ഒരു ജീവിതമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള പലരുടെയും ജീവിതം.
വിശ്വസിക്കുക, അതോടൊപ്പം ആര് പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കുക. ആ കേൾക്കുന്നതിൻ്റെയൊക്കെ പിന്നാലെ കുറെ പേരങ്ങോട്ട് പോവുക. അത് വിശ്വാസത്തിന് നിരക്കുന്നതാണോ, ക്രിസ്തീയ അരൂപിക്ക് ചേർന്നതാണോ എന്നൊന്നും അവർക്ക് ചിന്തിക്കാനോ അതിനുള്ള സാവകാശമോ അവർ കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി മറ്റൊന്ന്, നമ്മുടെ ഓർമ്മകളെ വിശുദ്ധീകരിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലത്ത്. അതിനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം. എങ്ങനെയാണ് ഈ ഓർമ്മകളെ വിശുദ്ധീകരിക്കുക? കഴിഞ്ഞ കാലം വേദനിപ്പിച്ച ഓർമ്മകളെയും അതിന്റെ സാഹചര്യങ്ങളെയും വേദനിപ്പിച്ച വ്യക്തികളെയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 ഓർമ്മകളാണ് ആ വ്യക്തിയെ നിരന്തരം നയിക്കുന്നത്. ഒന്ന് വേദനിപ്പിച്ച ഓർമ്മകളും, 2 മധുരിക്കുന്ന ഓർമ്മകളും. ഒരുപാട് പേരുടെ ഉള്ളിൽ ഈ പരിക്കേൽപ്പിച്ച ഓർമ്മകളാണ് അവരെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്നതും ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും മറ്റൊരാൾക്കും ഗുണകരമല്ലാത്ത ഓരോ ഓർമ്മകളും തലയിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചില ഓർമ്മകളിൽ നമ്മൾ വേദനിക്കുന്നെങ്കിൽ, ചിലതിങ്ങനെ ഓർത്തോർത്ത് നമ്മൾ ഭാരപ്പെടുന്നെങ്കിൽ, എങ്ങനെ ഈ ഓർമ്മകളെ നമുക്ക് വിശുദ്ധീകരിക്കാം അല്ലെങ്കിൽ സുഖപ്പെടുത്താം? ഒന്ന്, യേശുക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ വേദനിപ്പിച്ച ഓർമ്മകളെയും മുറിവേൽപ്പിച്ച ഓർമ്മകളെ സുഖപ്പെടുത്തും. സങ്കീർത്തനം 69:20 ദൈവം പറയുന്നില്ലേ, തന്നോട് സഹതപിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. നിസ്സഹായനായിട്ട് വേദനിക്കുന്ന ഈശോയുടെ ആ മുഖം കണ്ടാൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, അവഗണിച്ചു, മാറ്റി നിർത്തി, തള്ളിക്കളഞ്ഞു, കുറ്റപ്പെടുത്തി, ചെയ്യാത്ത തെറ്റിന് വിധിച്ചു, പറയാത്ത കാര്യങ്ങൾ എൻ്റെ മേൽ കെട്ടി ആരോപിച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മുടെ ഈ വേദനിപ്പിച്ച ഓർമ്മകളെ യേശുവിന്റെ പീഡാസഹനങ്ങളുടെ ഓർമ്മകളിൽ മുക്കിത്താഴ്ത്തണം. രണ്ടാമത്, നമ്മുടെ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടാൻ യേശുവിന്റെ രക്തത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. അത് നമ്മളെ കഴുകുന്നതാണ്. യേശുവിന്റെ രക്തത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 അവന്റെ രക്തം സകല പാപങ്ങളും നീക്കി, മുറിവുകളും നീക്കി നമ്മെ സുഖപ്പെടുത്തുന്ന രക്തമാണ്. അപ്പൊ ഈശോയുടെ അമൂല്യ രക്തം കൊണ്ട് ഈ നോമ്പുകാലത്ത്, ഈ പീഡാസഹനങ്ങളുടെ കാലഘട്ടത്തിൽ എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചാൽ കഴിഞ്ഞകാല ഓർമ്മകൾ കഴുകപ്പെടുകയും നമ്മൾ സ്വതന്ത്രരായി മാറുകയും ചെയ്യും. മൂന്നാമത്, നമ്മുടെ ഓർമ്മകളെ സുഖപ്പെടുത്താൻ യേശുവിന്റെ ശരീരത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ ഉള്ളത്. എന്താണ് യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത്? അത് തന്നെയാണ് കുർബാന. കുർബാനയെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും ഭയാനകമായ ലോകത്തിലെ ഓർമ്മ. ഈശോ വേദനിക്കുന്നതും തല്ലി തകർക്കപ്പെടുന്നതും ആട്ടും തുപ്പുമേറ്റ് മുന്നോട്ട് പോകുന്നതും എല്ലാം ഒരു വ്യക്തി ഓർത്താൽ ഞാൻ എല്ലാവർക്കും ഭാരമാണ് എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ആ പ്രത്തോരത്തിൽ തനിച്ച് നിന്ന് സഹിക്കുന്ന ഈശോയെ കണ്ടാൽ എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ആ കൽത്തൂണിൽ കെട്ടപ്പെട്ട് അടിക്കുന്ന ഈശോയുടെ മുഖം കണ്ടാൽ എനിക്കെന്നും സഹനമാണ്, കഷ്ടകാലമാണ്, ദുരിതമാണ്, രോഗമാണ് എന്നൊക്കെ പറഞ്ഞ് ആർക്ക് നിലവിളിക്കാൻ പറ്റും? അപ്പോ ഈ 3 ഓർമ്മകൾ നമ്മുടെ തലയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ വേദനിപ്പിച്ച ഓർമ്മകളും
ചില മധുരിച്ച ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം കഴുകപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും സൗഖ്യമാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഓർമ്മകളെയും വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ആ ഓർമ്മകളിൽ തങ്ങിക്കിടക്കുന്ന ചില വ്യക്തികൾ നമ്മളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന അനുഭവം നമുക്ക് തോന്നും. ആ വ്യക്തികളെ കുറിച്ചുള്ള ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിന്റെ സമനില പോലും തെറ്റിച്ചെന്ന് വരാം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഓർമ്മകളിലൂടെ കടന്നുപോയി നല്ല ഓർമ്മകൾ തലയിൽ ശേഖരിക്കാൻ സഭ നമുക്കൊരവസരം തരുന്ന കാലഘട്ടം. ഇനി നോമ്പുകാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിബന്ധിച്ച് തകർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥന ശക്തമാക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് പറയുന്നത്, അഹങ്കാരം തുടങ്ങുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുന്നു. അഹങ്കാരം മുളയെടുക്കുമ്പോൾ അവർ കർത്താവിനെ വിട്ടകലും എന്നാണ് പറയുന്നത്. ഈ അഹങ്കാരത്തിന്റെ കൊമ്പൊടിക്കാൻ പ്രാർത്ഥന മാത്രമേ പറ്റുള്ളൂ. ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അഹങ്കാരത്തിന്റെ തള്ളൽ മാറിക്കിട്ടും. ദൈവത്തിന്റെ കരുണയിലാണ് ഞാൻ ആശ്രയിക്കുന്നതെന്നും ദൈവത്തിന്റെ കരുണയിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഒന്നും നേടാനില്ല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ അരൂപിയിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ അടിമുടി മാറും. അദ്ദേഹത്തിന്റെ തലവര പോലും അതിലൂടെ മാറിക്കിട്ടും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ആഴപ്പെടുക, പ്രാർത്ഥിച്ച് വളരുക. പ്രാർത്ഥിക്കുന്നവന് ദൈവം എവിടെയെങ്കിലും ഇട്ട് അനുഗ്രഹിക്കും. അവന്റെ ആ ഈഗോ എല്ലാം എടുത്തു മാറ്റി അവന്റെ മനസ്സിൽ കിടക്കുന്ന ഞാനെന്ന ഭാവങ്ങൾക്കെല്ലാം ഒരു എളിമ ഭാവം നൽകി കർത്താവ് അവനെ വീണ്ടെടുക്കാൻ ഇടയാക്കി മാറ്റും. ഇനി രണ്ടാമത്, നമ്മുടെ ശാരീരിക അഭിലാഷങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഉപവാസം എടുക്കണം. അത് നമുക്ക് പിന്നീട് കാണാം. ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ആത്മാവിൽ നിഗനിച്ചില്ലെങ്കിൽ ആ വ്യക്തി മരിക്കുമെന്നാണ് റോമ 8:13 പറയുന്നത്. ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ആത്മാവിൽ കീഴ്പ്പെടുത്തി ജീവിക്കേണ്ട ഒരു കാലഘട്ടം. അതിന് ഭക്ഷണവർജനവും ഭക്ഷണ നിയന്ത്രണവും മനുഷ്യന് ആവശ്യമാണ്. എന്നാണ് ഈ ശരീരത്തില് വരുമ്പോൾ ശരീരത്തെ നിയന്ത്രിക്കാൻ ഇതൊക്കെ വേണമെന്ന് പറയാൻ കാരണം, ബൈബിളിൽ ചില വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ ശരീരത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ തക്കതായ തിരിച്ചടികൾ ജീവിതത്തിൽ വരും. സാംസൺ എന്ന് പറയുന്ന വ്യക്തി ആത്മാവിൽ നയിക്കപ്പെട്ടതും ദൈവ കൃപയാൽ ദൈവം ഉയർത്തിയ വ്യക്തിയുമാണ്. അല്ല, ദൈവ ആലോചന പ്രകാരം ഭൂമിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് സാംസൺ. പക്ഷേ സാംസന്റെ ജഡികാസക്തി പിന്നീട് അവന്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഇടയാക്കി മാറ്റി. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവനിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയ കാര്യം സാംസൺ അറിഞ്ഞതേ ഇല്ലെന്ന്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-20 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപം ചെയ്തപ്പോൾ അവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ശരീരത്തിന്റെ ദാഹത്തെ കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ ഗ്രേസാണ്. അകൃപ നമുക്ക് നഷ്ടമായേക്കാം. ഇനി ദാവീദ് രാജാവ് ഏകദേശം സങ്കീർത്തന പുസ്തകത്തിൽ ഭൂരിഭാഗവും എഴുതിയ ഒരു വ്യക്തിയാണ്. ഇത്ര കൃത്യമായിട്ടും ചിട്ടയായിട്ടും താളാത്മകമായിട്ടും ഈ സങ്കീർത്തനം പരിശുദ്ധാത്മാവിൽ എഴുതിയ വ്യക്തി ഒരു വേള ഒരു ജഡികമായ ആസക്തിയിൽപ്പെട്ട് കുടുങ്ങി. അദ്ദേഹത്തിന്റെ ഈ ജഡികാസക്തി ആ ശരീരത്തിന്റെ ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ട്
അദ്ദേഹത്തിന് പിന്നീട് ആത്മീയ ആനന്ദം നഷ്ടപ്പെട്ടു. അതാണ് 51-ാം സങ്കീർത്തനം പറയുന്നത്, ദൈവമേ എനിക്ക് ഈ ഹൃദയം വേണ്ട, എന്നെ നീ കഴുകണം. നീ എന്തെല്ലാം എടുത്തുകൊണ്ട് പോയാലും നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. കാരണം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ ആത്മീയ ആനന്ദം കൈവിട്ടു പോകുമെന്നും പിന്നീടുള്ള ജീവിതമെല്ലാം അസ്വസ്ഥതയും ഭാരമുള്ളൊരു ജീവിതമാകുമെന്ന് ദാവീദ് രാജാവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഒരിക്കലും ദാവീദ് രാജാവ് അത്തരൊരു പ്രവൃത്തിക്ക് പോയില്ല. തന്റെ ജപത്തെ നിയന്ത്രിക്കാൻ ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുത്ത് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചു. വേറൊരാളൊരു ഭരണാധികാരിയാണ്, അത് ഹെറോദോസ. അത് സ്വന്തം സഹോദരന്റെ ഭാര്യയാണ് സ്വന്തമാക്കി വെച്ചത്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, ദൈവം ഒരു കാരണവശാലും പൊറുക്കാത്ത ഒരു തിന്മ അദ്ദേഹം ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിന്റെ ജടികാസക്തി അദ്ദേഹത്തെ പുഴുക്കൾക്കിരയാക്കി മാറ്റി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12:21 പറയുന്നത് അവൻ പുഴുക്കൾക്കിരയായി ചത്തു എന്നാണ്. മരിച്ചു എന്ന് പോലും പറയാൻ പറ്റാത്തവണ്ണം അതങ്ങനെ തരം താഴ്ന്നൊരു മരണമായി പോയി. അപ്പോ ഒരു വ്യക്തി തന്റെ ശരീരത്തിന്റെ അഭിലാഷങ്ങളെയും ശരീരത്തിന്റെ ഇച്ഛകളെയും നിയന്ത്രിക്കാൻ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ അധപ്പതനം ആ വ്യക്തി ചിന്തിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നതെന്നാണ് തെസ്സലോനിക്കക്കാരിലൂടെ കർത്താവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് വിശുദ്ധിയിൽ തങ്ങളുടെ ജീവിതത്തെ ഉറപ്പിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ക്രൂസിഫൈഡ് ലവ് ആണ് നമുക്ക് വേണ്ടത്, ക്രൂശിക്കപ്പെട്ട സ്നേഹം. ആ ക്രൂശിതനായ കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ മുഖം ഇതുപോലെ വികൃതമാകാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പാപങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഒരു ക്രൂശിക്കപ്പെട്ട ലവാണ്. സ്നേഹം വേണം, പക്ഷെ ക്രൂശിക്കപ്പെട്ട സ്നേഹമാണെങ്കിൽ അത് പക്വതയുള്ള സ്നേഹമാണ്. ഒരു ക്രൂശിക്കപ്പെട്ട വിശപ്പാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അത് പാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു ക്രൂശിക്കപ്പെട്ട ഫാഷൻ അപ്പിയറൻസ് ആണ് നമുക്ക് വേണ്ടതുള്ളൂ, അല്ലെങ്കിലോ അത് അനേകം പേർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി മാറും. അതുകൊണ്ട് നോമ്പ് കാലത്ത് നമുക്ക് ദൈവത്തോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ: കർത്താവേ, എന്റെ ജഡത്തെ നിയന്ത്രിക്കാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാൻ എന്നെ ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരം എപ്പോഴും നമ്മളോട് പറയും സുഖിക്കാൻ. പക്ഷേ നമ്മുടെ ശരീരം സുഖിക്കാൻ മാത്രമുള്ളതാണോ? സഹിക്കാനും കൂടെ ദൈവം തന്നതല്ലേ? അതുകൊണ്ട് ഈ നോമ്പ് കാലം, ഈ 50 നോമ്പ് കാലം നമ്മൾ ചെയ്യേണ്ടത് പാപത്തിന്റെ വഴിയിൽ എത്ര ദൂരം നടന്നോ അത്രയും ദൂരം പരിഹാരത്തിന്റെ വഴിയെ നടന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ ഈ നോമ്പുകാലം നമുക്കൊരു അനുഗ്രഹമായി മാറും, അല്ലെങ്കിൽ നമുക്ക് നോമ്പ് ഭാരമായി മാറിയേക്കാം. എന്തിനാണ് ഈ നോമ്പുകാലത്ത് ഉപവാസവും പ്രാർത്ഥനയും ഈ ആഗോള സഭ ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയ സമരായുധം എന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയാണ്. അതായത് നിത്യശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന ആയുധമാണിത്. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനത്തിലൂടെ ലോകത്തോട് പറയുന്നത്, നമ്മുടെ അതായത് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല. നിനക്കെതിരെ വിധിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിച്ചു മാറ്റും എന്നാണ് പറയുന്നത്.
നമുക്കെതിരെ കരമുയർത്തുന്നവര്, സ്വരമുയർത്തുന്നവര്, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവര്, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, അവരുടെ മേലെല്ലാം നമുക്കൊരു ഒരു ശക്തമായ ഒരു മേലാളിത്തം അല്ലെങ്കിൽ മേധാവിത്വം നമുക്ക് ലഭിക്കും ഈ ഉപവാസവും പ്രാർത്ഥനയും എടുക്കുമ്പോഴൊക്കെ. അല്ലെങ്കിൽ അത് ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്കൊക്കെ വന്നെന്ന് വരാം. നമുക്കെതിരെ ആരെങ്കിലും കരമുയർത്തിയാൽ, സ്വരമുയർത്തിയാൽ, നമ്മളെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, വിമർശിച്ചാൽ, അത് ചിലപ്പോ മോശമായ അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകാം. ഈ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിച്ച് ആ ദൈവിക കാഴ്ചപ്പാടിലേക്ക് കടന്നു വരാൻ സാധിക്കും. രണ്ടാമത്തത്, എന്തിനാണ് ഉപവാസം? ഇത് ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരു ശുശ്രൂഷയാണ്. പറുദീസായിൽ ആദ്യ മാതാപിതാക്കൾക്കുണ്ടായ പ്രലോഭനവും മരുഭൂമിയിൽ ഇസ്രായേൽക്കാർക്കുണ്ടായ പ്രലോഭനവും മുൻകൂട്ടി കണക്കിലെടുത്തുകൊണ്ട് ഈശോ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം നമ്മെ വിട്ടുപോകുകയില്ല. കാരണം പറുദീസായിൽ ആദിമാതാപിതാക്കളെ വളരെ സ്നേഹത്തോടെ, അധികാരത്തോടെ വാഴാൻ ദൈവം അവിടെ അനുവദിച്ചതാണ്. അതുപോലെ ഇസ്രായേൽക്കാർക്ക് കാനാൻ നാട്ടിലേക്ക്, പാലും തേനും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് പോകാൻ, അത്ര മനോഹരമായ ഒരു നഗരത്തിലേക്ക് പോകാൻ ദൈവം ഒരുക്കിയ വഴികളായിരുന്നു. പക്ഷേ ഉപവാസവും പ്രാർത്ഥനയും മുടക്കിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആ ലക്ഷ്യത്തിൽ എത്താൻ അവർക്ക് സാധിച്ചില്ല. ഉപവാസവും പ്രാർത്ഥനയും വേണമെന്ന് പറയുന്നത് തിന്മ ചെയ്യാനുള്ള ആവേശത്തിൽ നിന്ന് നന്മ ചെയ്യാനുള്ള ഒരു പ്രതിപത്തിയിലേക്ക് നമ്മുടെ വികാരങ്ങളെ തിരിച്ചുവിടാനാണ് സഭ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഭക്ഷണ വർജനവും ഭക്ഷണ നിയന്ത്രണവും ഒക്കെ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ മേൽ ഒരു കൂച്ചുവിലം ഇട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്നു കയറി നമ്മളെ ആക്രമിക്കാനല്ല. മറ്റൊന്ന്, ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് ഇവയുടെ മേലുള്ള സാത്താന്റെ സ്വാധീനങ്ങളെ കുറയ്ക്കാനും ദൈവിക നിയന്ത്രണം നേടിയെടുക്കാനും ഉപകാരപ്രദമാണ്. ഈ മൂന്ന് മേഖലയിലാണ് സാത്താൻ നമ്മളെ ആക്രമിക്കുന്നത്. ഒന്ന് മനസ്സിന്റെ തലങ്ങളിൽ, ശരീരത്തിന്റെ തലങ്ങളിൽ, മറ്റൊന്ന് ആത്മാവിന്റെ തലങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ പ്രേയറില്, വൈദികരുടെ പ്രൊട്ടക്ഷൻ പ്രേയറിൽ ഇങ്ങനെ പറയുന്നത്, ഒപ്രഷൻ, ഒബ്സഷൻ, പൊസഷൻ, ഈ മൂന്ന് മേഖലയിലുള്ള പൈശാചിക സ്വാധീനങ്ങളെ അവർ ബന്ധിക്കുന്നതും ബഹിഷ്കരിക്കുന്നതും. ഈ മനസ്സിന്റെ തലങ്ങളിൽ പിടിക്കുന്ന പൈശാചിക സ്വാധീനമാണ് ഒബ്സഷൻ. മനസ്സുകൊണ്ട് സന്തോഷം ഇല്ലാതാക്കുക, മുറിവേറ്റ ദുരനുഭവങ്ങളിൽ ജീവിക്കുക, മുറിവേൽപ്പിച്ചവരുമായിട്ട് വെറുപ്പിലായിരിക്കുക. അങ്ങനെ ആ വെറുപ്പിന്റെ കേദാരങ്ങളിൽ കുടികൊണ്ട് അവനെ ഒരിക്കലും നന്നാകാൻ അനുവദിക്കാത്ത ഒരു ദുഷ്ടസ്വാധീനം. മറ്റൊന്നാണ് ശരീരത്തിന്റെ മേഖലയില് സ്വാധീനം സാത്താൻ എടുക്കും. അതിന്റെ പേരാണ് ഒപ്രഷൻ. ശരീരത്തെ പരമാവധി സന്തോഷിപ്പിക്കുക, ശരീരത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുക, ജീവിതം ഒരു അടിച്ചുപൊളിയാക്കി മാറ്റുക എന്നൊക്കെ ചിന്തിക്കുന്ന പിള്ളേരുണ്ട്. ആ ഒരു സ്വാധീനത്തിൽ അവരെ കൊണ്ടുപോയി ശരീരത്തിൽ നാശം പതിക്കും. ശരീരത്തിൽ തെറ്റ് ചെയ്താൽ ശരീരത്തിൽ തന്നെ ശിക്ഷയും വരാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് വേണം നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കാൻ. മൂന്നാമതാണ് ആത്മാവിന്റെ തലങ്ങളിൽ, അതാണ് പൊസഷൻ എന്ന് പറയുന്നത്. ആത്മാവിൽ അവൻ പൊസസ് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി, അടിമപ്പെടുത്തി, ആ വ്യക്തിയെ പാപത്തിലേക്കും രോഗത്തിലേക്കും തകർച്ചയിലേക്കും കുനിച്ചു നിർത്തി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം തകർത്ത് കളയുക. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നത്, നിങ്ങളെ ഈ കാലഘട്ടം മുഴുവനും ഞാനിങ്ങനെ
വിശപ്പറിയാനൊക്കെ വിട്ടു തന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനങ്ങൾ കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വിശപ്പറിയാനും ദാഹമറിയാനും ഒക്കെ ഞാൻ അനുവദിച്ചതെന്ന് ബൈബിൾ പറയുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് പറയുന്നത് 1 കൊറിന്തോസ് 9:27 പൗലോസ്ലീഹയും ഇതാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത വചനം പ്രഘോഷിച്ച ഞാൻ തന്നെ സ്വയം തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. 3 കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കർശനമായി. നമ്മളോട് തന്നെ ഒരു കർശന ബുദ്ധി. നമ്മളോട് മാത്രമേ കർശന ബുദ്ധി കാണിക്കാവുള്ളൂ, മറ്റുള്ളവരോട് കാണിക്കരുത്. തങ്ങളോട് തന്നെ ഒരു കർശനമായി നിയന്ത്രിക്കണം. ചിലതൊക്കെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് നിയന്ത്രണാതീതമായി മാറുകയും നമ്മളെ തന്നെ നാശത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും. കർശനമായി നിയന്ത്രിച്ച് കീഴടക്കണം. ഇതാണ് കായനോട് ദൈവം പറഞ്ഞത്. പാപം നിന്നെ കീഴടക്കിയിരിക്കുന്നു. അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ശരീരത്തെ പാപം അവനെ കീഴടക്കി, അസൂയ അവനെ കീഴടക്കി, സ്വന്തം സഹോദരനോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. അവന്റെ ജീവിതത്തെ അതുവഴി ദുഃഖപൂർണമാക്കി മാറ്റി, ദുരിതപൂർണമാക്കി മാറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ദൈവത്തോട് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ശരീരത്തിന്റെ മേലും ആത്മാവിന്റെ മേലും മനസ്സിന്റെ മേലും ഒരു നല്ല സ്വാധീനം എടുക്കുവാൻ, ഒരു ദൈവത്തിന്റെ സ്വാധീനം കൊണ്ടുവരാൻ, നിയന്ത്രണം എടുക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും എന്നെ ഒരുക്കണമെന്ന്. ഈശോ ഇത് കാണിച്ചു തന്നാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. യേശു 40 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സാത്താൻ അവിടെ വന്നു. ആ സാത്താൻ വന്ന് പിതാവും പുത്രനും തമ്മിലുള്ള ഗാഢബന്ധത്തെ തകർക്കാനുള്ള 3 പ്രലോഭനങ്ങളാണ് അവിടെ കൊണ്ടുവച്ചത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം എടുക്കുമ്പോൾ പിശാച് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ അവിടെ ഉപവസിച്ചു. അവൻ എഴുന്നേറ്റു. ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവന് വിശന്നപ്പോൾ സാത്താൻ അവിടെ ഓടിയെത്തി. മനുഷ്യന്റെ ബലഹീനതയിൽ അവനെ ചൂഷണം ചെയ്യാൻ വരുന്നവന്റെ പേരാണ് സാത്താൻ, അല്ല പൈശാചിക സ്വാധീനം എന്നൊക്കെ പറയും. ഒന്നാമത് പറഞ്ഞത് ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ. രണ്ടാമത് പറഞ്ഞത് ഈ കാണുന്നതൊക്കെ നിനക്കുള്ളതാണ്, എന്റെ അധികാരത്തിന് കീഴിലാണ് ഇതെല്ലാം. നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് ഇതെല്ലാം സ്വന്തമാക്കാം. ആരോടായി പിശാച് പറയുന്നത്? ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെയാണ് അവൻ വെല്ലുവിളിക്കുന്നത്. വേണ്ടോ? അപ്പോ ഈ ദൈവത്തെ പോലും വെല്ലുവിളിക്കുക. സാധാരണ മനുഷ്യന്റെ അവസ്ഥകൾ എന്തായിരിക്കും? മൂന്നാമത്തെ പ്രലോഭനം കൊടുത്തത് ഒരു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുക. മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളുമല്ലോ, നീ ദൈവപുത്രനല്ലേ. ഇതൊരു വലിയ ചതിക്കുഴിയാണ്. ഏതായാലും ഈ സാത്താൻ 91-ാം സങ്കീർത്തനം വായിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അവൻ പറഞ്ഞ വാക്കെന്താ? നീ എടുത്തു ചാടിക്കോ, മാലാഖമാർ നിന്നെ കൈകളിൽ താങ്ങും, നിനക്കൊരു പോറലും ഏൽക്കുകയില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഇത് തന്നെയാ ബാങ്കുകാർ പറയുന്നത്. നീ ലോൺ എടുത്ത് ചാടിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ഇതാണ് രാഷ്ട്രീയക്കാർ പറയുന്നത്. നീ വടിവാളെടുത്ത് ചാടിക്കോ, ഞങ്ങൾ നിന്നെ സംരക്ഷിച്ചോളാം. ഇതാണ് ഭീകര പ്രവർത്തകരോട് ലോകം പറയുന്നത്. നിങ്ങൾ ബോംബുണ്ടാക്കി
പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ആത്മശക്തിയോടെ അതിനെ നേരിട്ടു. ആ പ്രലോഭനത്തെ തള്ളിക്കളഞ്ഞു. പൗലോസ് പറഞ്ഞത്, എന്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് ഞാൻ കീഴടക്കണം, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷാ ജീവിതവും എൻ്റെ പ്രാർത്ഥനാ ജീവിതവും എൻ്റെ ആത്മീയ കരുത്തും ഒക്കെ നഷ്ടപ്പെടുത്താൻ സാത്താൻ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു മേഖലയിൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽക്കാരൻ 40 സംവത്സര കാലം ദൈവത്തോട് മറുതലിച്ചു മത്സരിച്ചു നടന്നു. അതിന് യേശു പരിഹാരം ചെയ്തത് എന്താണ്? ഈശോ ഉപവാസവും പ്രാർത്ഥനയും വഴി പിശാചിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണവും വീഴ്ചയും എടുത്തു. നിയമാവർത്തന പുസ്തകം 32:15 കർത്താവ് പറയുന്നത് ഇതാണ്: യശോടൂൻ തടിച്ചു കൊടുത്തു മിനുങ്ങി, ഭക്ഷണവും ഭാര്യയും എല്ലാം കിട്ടി നല്ല തടിച്ചു കൊടുത്തു മിന്നി കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നു, അവൻ രക്ഷയുടെ ശിലയെ പുച്ഛിച്ചു തള്ളുകയും ദൈവത്തെ വിസ്മരിക്കുകയും ചെയ്തു. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉപവാസവും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ അവൻ രക്ഷയുടെ ശിലയായ കർത്താവിനെ തള്ളിക്കളയാനും ഈ ലോകത്തിന്റെ അരൂപിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും കൈമുതലായിട്ടുണ്ട്. ബൈബിൾ മുഴുവൻ ഇതിന്റെ കുറെ ഉദാഹരണങ്ങൾ കിട്ടും. മോശ 40 ദിനരാത്രങ്ങൾ ദൈവത്തിന്റെ മലയിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ഉപവസിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചാണ് ആ ഉടമ്പടി പത്രിക ഏറ്റുവാങ്ങിയത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ അതാണ് പറയുന്നത്. ആ 40 ദിനരാത്രങ്ങള് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നപ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചു. ഉപവാസം എടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മുഖം ദൈവിക തേജസ് കൊണ്ട് നിറയും. ഈ കാലഘട്ടത്തിൽ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് മുഴുകുമ്പോൾ അവന്റെ ഉള്ളിലിരിക്കുന്ന ദൈവം അവന്റെ മുഖത്ത് പ്രകാശിക്കും. ആ മുഖപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും. അവിടെ 2 കൊരിന്തോസ് 3-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നത്, മോശ ഉടമ്പടി പത്രിക കൽപ്പലകകളിലാണ് വാങ്ങിച്ചതെങ്കിൽ ഇവിടെ മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇത് ശിലാഫലകങ്ങളിലല്ല, ഹൃദയഫലകങ്ങളിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. മോശയുടെ കാലത്ത് ശിലാഫലകങ്ങളിലാണ് ദൈവത്തിന്റെ നിയമം കൊടുത്തുവിട്ടതെങ്കിൽ ഇന്ന് നമ്മളുടെ ഹൃദയത്തിലാണ് ദൈവം ഈ വചനം കൃത്യമായിട്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. അവന്റെ ഉള്ളിൽ വചനം നിറയുമ്പോൾ പരിശുദ്ധ മറിയത്തെ പോലെ അവൻ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ തിരുവചനം നിറഞ്ഞപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തിരുവചനം അണപൊട്ടി ഒഴുകി. അതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. 11 തിരുവചനം അമ്മ ഒരുമിച്ച് പറയുകയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തന്റെ ഭക്തരുടെ മേൽ തലമുറകളോളം കരുണ ഭക്ഷിക്കുന്ന എന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. എളിമയുള്ളവരെ ഉയർത്തി വിശക്കുന്നവർക്ക് വിശിഷ്ട ഭോജ്യം നൽകി അനുഗ്രഹിച്ചു. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ ദാസനായ ഇസ്രായേലിനെ അനുസ്മരിച്ചു. തന്റെ പിതാക്കന്മാരായ അബ്രാഹാത്തോടും അവന്റെ സന്തതികളോടുമായി ദൈവം ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ഉപവാസവും പ്രാർത്ഥനയും ഒരു കൃപയായി സ്വീകരിക്കുമ്പോൾ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയും. തിരുവചനം നിറയുന്നതനുസരിച്ച് നമ്മുടെ മുഖത്ത് അതിന്റെ ഗ്രേസ് ഉണ്ടാകും. ആ ഗ്രേസ് വർദ്ധിക്കുന്നതനുസരിച്ച് അനേകം പേര്
ഈ ദിവ്യശോഭയിൽ ദൈവത്തിലേക്ക് അടുക്കാനിടയായി മാറും. ഇത് ബൈബിൾ നൽകുന്ന ഒരു സന്ദേശമാണ്. ഇനി യേശു 40 രാവും 40 പകലും ഉപവസിച്ചാണ് സാത്താനെയും അതുപോലെ മരണത്തെയും ജയിച്ച ബലിയർപ്പിച്ചത്. ഈശോ വെറും കൈകാട്ടി ചെന്നിട്ട് കുരിശ് എടുക്കുകയല്ല ചെയ്തത്. കൈ വീശിച്ചത് കുരിശെടുത്ത് മല കയറുകയല്ല ചെയ്തത്. 40 ദിവസം സഹിച്ച് ഉപവസിച്ച് കരുത്തു നേടി ശക്തനായതിനു ശേഷമാണ് ആ പരമോന്നത ബലി ഗാഗുൽത്തായിൽ കർത്താവ് അർപ്പിച്ചത്. ഇതൊക്കെ നമുക്കൊരു വലിയ പാഠമാണ്. എന്തിനു ഉപവസിക്കണം? എന്തിനിങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കണം? മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അറിവില്ലായ്മ കൊണ്ട് ഉപവാസത്തെ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. നമുക്ക് അവരെ വിട്ടേക്കാം. അവർ ഈ കൃപയിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാകട്ടെ. ഇനി ദാനിയേലിന്റെ പുസ്തകം എടുക്കാം. ദാനിയേല് ഇസ്രായേലിന്റെ പതനം കണ്ട് അനുദപിച്ച് മാപ്പിരുന്നു. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയല്ല അദ്ദേഹം ഉപവസിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഉപവസിച്ചത്. ദൈവത്തോട് മാപ്പിരുന്ന് പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 3-ാം തിരുവചനം. ഇസ്രായേലിൽ വരാൻ പോകുന്ന 72 ആഴ്ചകള്, വർഷങ്ങള്, വരാൻ പോകുന്ന ഭീകര ദുരന്തങ്ങളെ കുറിച്ച് ജെറമ്യാ പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ചാക്കൊടുത്ത് ചാരം പൂശി നിലത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ദാനിയേൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ തെറ്റുകാരാണ്, ഞങ്ങളുടെ അകൃത്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ മേൽ കിട്ടിയിരിക്കുന്ന ഈ കഷ്ടതകൾക്ക് കാരണം. ഞങ്ങൾ തന്നെയാണ് ഈ അനർത്ഥങ്ങൾ വരുത്തി വെച്ചത്. ഞങ്ങൾ നല്ലവരല്ല ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ഈ ദാനിയേല് മാപ്പിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് ആ രാജ്യത്തിന്റെ മേൽ വലിയ നന്മ ചൊരിയാൻ ഇടയാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടം ഈ ദാനിയേലിനെ പോലെ നമ്മൾ ഉപവസിക്കേണ്ടവരാണ്. കേരള സംസ്ഥാനം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യം കൈവിട്ടുകൊണ്ടിരിക്കുന്നു. ഭീകരപ്രവർത്തകരെയും തീവ്രവാദികളുടെയും ഒളിത്താവളങ്ങളായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യം മുഴുവനും ഭീകരതയുടെ കരിനിഴൽ പഴുത്തി കിടക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും സഹനം വട്ടമിട്ട് പറക്കുകയാണ് മനുഷ്യരെ. ഇങ്ങനെ വളരെ വേദനയിൽ ലോകം മുഴുവൻ മുന്നോട്ട് പോകുമ്പോ ഈ ദാനിയേലിനെ പോലെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ അളവിനുള്ളിൽ ഉപവസിച്ച് നമ്മുടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ രാജ്യത്തിലേക്കും വിളിച്ചിറക്കണം. മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാം. നെഹമ്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു ദേശത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി നിലത്തിരുന്നവനും മുഴങ്കാലും മടക്കിയവനുമാണ് ഈ നെഹമ്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വേദനിപ്പിച്ച ഒരു കാര്യം, ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു. എന്താണ് ഈ മതില് തകർന്ന കുഴപ്പം? ശത്രു അകത്തേക്ക് കയറുകയും ആക്രമിക്കുകയും ചെയ്യും. അപ്പൊ പുറമേ നിന്നുള്ള തിന്മകൾ അകത്തേക്ക് വരും, അകത്തുള്ള നന്മകൾ പുറത്തേക്ക് പോകും. കാരണം മതില് പൊളിഞ്ഞു കിടക്കുക എന്നുള്ളതിനെ കൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പൊ ഉപവാസം എടുക്കുന്നില്ലെങ്കിൽ ഇത് തന്നെ, അകത്തുള്ള നന്മ മുഴുവൻ പുറത്തേക്ക് പോകും, പുറത്തുള്ള മനുഷ്യരുടെ തിന്മ മുഴുവൻ അകത്തേക്ക് കയറും. അങ്ങനെ ഈ നെഹമ്യ എന്ന് പറയുന്ന പ്രവാചകൻ, ആ മഹോന്നതനായ വ്യക്തി, ജെറുസലേമിന്റെ മതിലുകൾ പണിയാൻ ആരംഭിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ശക്തി അദ്ദേഹം അങ്ങനെ സംഭരിച്ചു. ഉപവസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നെഹമ്യയുടെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ കൃത്യമായിട്ട് കാണുന്നത്, ആത്മഭാരത്തോടെ നെഹമ്യ നിലത്തിരുന്ന് ദൈവത്തോട് കരഞ്ഞു. അവൻ ഉപവസിച്ചു തന്റെ ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. തന്റെ നാട് തകർന്നു പോകുന്നത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. അവൻ
മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഉപവസിച്ചതിന്റെ ഫലമായി കർത്താവ് മതിൽ പണിയാനും പുതുക്കി പണിയാനും ഇടയാക്കി മാറ്റി. ദൈവത്തിന്റെ അത്ഭുതകരമായ കാര്യങ്ങൾ പെട്ടെന്ന് ആ ദേശത്തേക്ക് കൊണ്ടുവരാൻ ഒരൊറ്റ വ്യക്തിയുടെ ഉപവാസം കഴിഞ്ഞെങ്കിൽ ആഗോള സഭ ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, ഭീകരതകൾക്ക് വേണ്ടി, തീവ്രവാദങ്ങൾക്ക് വേണ്ടി എല്ലാം കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ സംഭവിക്കൂടെ? അത് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഉപവാസവും പ്രാർത്ഥനയും രണ്ട് വൻ ശക്തികളാണ്. ഒരു ക്രിസ്ത്യാനിക്ക് രണ്ടായുധമേ ഉള്ളൂ, ഉപവാസവും പ്രാർത്ഥനയും. വടിവാൾ അവന്റെ ആയുധമല്ല, കടാര അവന്റെ ആയുധമല്ല, ബോംബ് അവന്റെ ആയുധമല്ല. എന്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസം. ഈ ഗോലിയാത്തിന്റെ കയ്യിലെ കല്ലും കവണിയും പോലെ രണ്ടായുധങ്ങളാണ് ഇതാ ഗോലിയാത്തിനെ പോലുള്ളവരെ തകർക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഗോലിയാത്ത് എന്ന് പറയുന്നത്. ശക്തിയെ പ്രതിനിധീകരിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ് ഈ ഗോലിയാത്ത്. എന്താണ് ഈ ശക്തി എന്ന് ഞാൻ പറയാൻ കാരണം? ആത്മീയ യാത്രയ്ക്ക് മുടക്കം നിന്നവനാണ് ഗോലിയാത്ത്. നമ്മുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്നവര്, മുടക്കം നിൽക്കുന്നവര്, അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഗോലിയാത്തുമാരെ പ്രാർത്ഥനയും ഉപവാസം കൊണ്ടല്ലാതെ നമുക്ക് തകർക്കാനോ കീഴടക്കാനോ പറ്റിയല്ല. അതിനാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ ഒരു ഉപകരണമാക്കി മാറ്റിക്കൊള്ളും. മറ്റൊരു സംഭവമാണ് യോനായുടെ ആ ഒരു പുസ്തകം മുഴുവനും എടുത്തു നോക്കിയാൽ. യോനായോട് ദൈവം പറഞ്ഞു, അനുതാപത്തിന്റെ ആ സുവിശേഷം നീ നിനവയിൽ പോയി പ്രസംഗിക്കണം. അങ്ങനെ ഈ സുവിശേഷം കേട്ട് ജനം മുഴുവൻ അനുദപിച്ച് മാപ്പി ചോദിക്കണം. അല്ലെങ്കിൽ ആ ദേശത്ത് വലിയ ക്ഷാമവും പട്ടിണിയും എല്ലാം വന്ന ആ ദേശം തകർന്നു പോകും. കാരണം ആ ദേശത്ത് തിന്മ കൊടികുത്തി വാഴുകയാണ്. യോന മറുതലിച്ചു. യോന തന്റെ ഇമേജ് സൂക്ഷിക്കാനാണ് നോക്കിയത്. ദൈവത്തിന്റെ ഹിതം നിറവേറാനല്ല, തന്റെ ഇമേജിന് കോട്ടം തട്ടാതിരിക്കാനാണ് യോന ശ്രമിച്ചത്. പക്ഷെ ദൈവം ചില തിരിച്ചടികളിലൂടെ യോനയെ തിരിച്ചെടുത്തു. ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് ദൈവത്തിന് അദ്ദേഹത്തെ തള്ളിക്കളയാൻ പറ്റിയില്ല. യോനാന്റെ പ്രവചനം 3-ാം അധ്യായം 8-9 തിരുവചനം പറയുന്നത്, അവര് ഈ യോനായുടെ പ്രസംഗം കേട്ട് മനസ്സു മാറ്റി പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു മടങ്ങി വന്നതിനാൽ കർത്താവ് അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ ദൈവം പിൻവലിച്ചു. ദൈവം മനസ്സ് മാറ്റി. അങ്ങനെ ആ ദേശം സുരക്ഷിതമായി മാറി. ദൈവത്തിന്റെ അതിരറ്റ കരുണയാണ് ഈ നിനവെ അടയാളത്തിലൂടെ കർത്താവ് കാണിച്ചു തരുന്നത്. ദൈവം പറയുന്നത്, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് എനിക്ക് തരാനില്ല. യോന 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്ന പോലെ ഞാൻ 3 ദിവസം ഇതാ ഭൂമിക്ക് അടിയിലായിരിക്കും. എന്നിട്ട് യോനായോട് ദൈവം പറയുന്ന ഒരു വാക്ക് തന്നെ കേട്ടാൽ മതി, നമുക്ക് മനസ്സിലാവും. യോന 4-ാം അധ്യായം 11-ാം തിരുവചനം, 1,20,000 പരം ദൈവജനവും അസംഖ്യം മൃഗങ്ങളും ജന്തുക്കളും നശിച്ചു പോകണമെന്നാണോ നീ ആഗ്രഹിക്കരുതെന്നത്? അവരോട് ഞാൻ കരുണ കാണിക്കരുതെന്നാണോ നീ പറയുന്നത്? ദൈവത്തിന്റെ മഹാകരുണയുടെ പ്രവാഹമാണ് ആ ഉപവാസവും പ്രാർത്ഥനയും അവിടെ നിറവേറ്റിയപ്പോൾ ആ ദേശത്തേക്ക് കിട്ടിയത്. ഇതൊക്കെ നമുക്ക് ഉദാത്തമായ മാതൃകകളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്. അവിടെ ദൈവം നേരത്തെ തന്നെ ഇസ്രായേൽക്കാരോട് പറഞ്ഞു, കർത്താവിനെ വിസ്മരിക്കാനും ഉപേക്ഷിക്കാനും ഭക്ഷണ സമൃദ്ധിയും സുഖലോലുപതയൊക്കെ കാരണമായി മാറും. ഇത് മുൻകൂട്ടി കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതുകൊണ്ട് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്, തീനും കുടിയും കഴിഞ്ഞ് ജനം പാപം ചെയ്തു എന്ന് എഴുതി. ഇന്നത്തെ ലോകത്തെ കുറിച്ചാണ് കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. തീ
കുടിയേനും കുടിയും കഴിഞ്ഞ് മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തെ വേദനിപ്പിച്ചു, പ്രകോപിപ്പിച്ചു. അതിനാൽ നമുക്ക് പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പുകാലത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനും അനേകരുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായി പ്രാർത്ഥിക്കാനുമായി ദൈവം തന്ന ഈ കാലഘട്ടത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാം. ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ നിർബന്ധത്തിന് കീഴ്വഴങ്ങി ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇത്. ഉപവാസവും പ്രാർത്ഥനയും നോമ്പാചരണം. 2 കൊരിന്തോസ് 9-6 കർത്താവ് പറയുന്നില്ലേ, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ആരുടെയെങ്കിലും നിർബന്ധത്തിന് കീഴ്വഴങ്ങിയാകരുത്, പിന്നെയോ സ്നേഹത്തോടെ നൽകുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. അപ്പോ നമുക്ക് ഈ നോമ്പുകാലത്ത് ദൈവത്തോടുള്ള അതീവ സ്നേഹത്തോടെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഗോഡ് സെന്റേർഡ് ലൈഫ്, ഒരു ആക്ഷൻ ഓറിയന്റഡ് ലൈഫിലൂടെ ദൈവം നമ്മുടെ ഉള്ളിലും നമ്മൾ ദൈവത്തിന്റെ ഉള്ളിലുമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ദൈവം ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകുന്ന സമയമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള രോഗികള്, തകർന്ന കുടുംബങ്ങൾ, വികലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, വിവാഹം പോലും വേണ്ട എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായി നടക്കുന്ന യുവതിയുവാക്കൾ, സ്വന്തമായി ഒരു ജോലി കണ്ടെത്താൻ കഴിയാതെ വിപ്ലവങ്ങൾക്ക് പിന്നാലെ നടക്കുന്നവരും തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നവരും, ഇവരെല്ലാം നമുക്ക് മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിന്റെ കരുണയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവസിക്കാനും ഭക്ഷണം നിയന്ത്രിക്കാനും ഭക്ഷണം വർജിക്കാനും കർത്താവെ നീ എന്നെ ഒരുക്കണമെന്നും അതിനുള്ള ബലം, കരുത്ത്, അഭിഷേകം എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നോമ്പുകാലത്തെ ധന്യമാക്കി തീർക്കാം. പരിശുദ്ധ അമ്മ സകലത്തിലൂടെ ഈശോയോടൊപ്പം കുരിശു ചുമന്നുകൊണ്ട് കുരിശുമല കയറിയവളാണ് പരിശുദ്ധ മറിയം. ഒറ്റനോട്ടത്തിൽ തോളിൽ കുരിശില്ലെങ്കിലും ആ കുരിശിന്റെ മുഴുവൻ വേദനയും ഭാരവും കയ്പും നെഞ്ചിലേറ്റി കുരിശുമല ചവിട്ടിക്കയറിയവളാണ് പരിശുദ്ധ മറിയം. നമ്മൾ ഈശോയോടൊപ്പം കുരിശു ചുമന്ന് ആ കുരിശുമല ചവിട്ടിക്കയറുന്ന സമയമാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തളർന്നു പോകാതെ, തകർന്നു പോകാതെ, ദൈവത്തിൽ നിന്ന് അകലാതെ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.